15ാമത് കേരള നിയമസഭയുടെ 14ാമത് സമ്മേളനം 2025 സെപ്റ്റംബർ 15 തുടങ്ങുകയാണ്. സെപ്റ്റംബർ 15 മുതൽ ഒക്ടോബർ 10 വരെയാണ് ഈ സെഷൻ ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. സെഷൻ ആകെ 12 ദിവസമേ ഉള്ളൂ. പക്ഷേ അത് 3 ഫേസായിട്ടാണ്. ആദ്യത്തെ സെഷൻ 15 മുതൽ 19 വരെ. സെക്കൻഡ് സെഷൻ സെപ്റ്റംബർ 29-30. തേർഡ് സെഷൻ വരുന്നത് ഒക്ടോബർ 6 മുതൽ 10 വരെയാണ്. ഇങ്ങനെയാണ് 14ാമത്തെ സെഷൻ ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഇതിൽ 12 ദിവസമാണ് സഭാ സമ്മേളനം ചേരുന്നത്. ഇതിലൊരു ദിവസം ഒബിച്വറിയാണ്. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ വി.എസ്. അച്യുതാനന്ദൻ, അതുപോലെ തന്നെ മുൻ നിയമസഭാ സ്പീക്കർ ശ്രീ പി തങ്കച്ചൻ, സിറ്റിംഗ് MLA-യും പീരുമേട് MLA-യുമായ ശ്രീ വായൂർ സോമൻ എന്നീ 3 പേരുടെ നിര്യാണം സംബന്ധിച്ച് റഫറൻസ് നടത്തി നാളെ സഭ പിരിയുന്നതാണ്. ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ ലോ മേക്കിംഗ് ആണ്. നിയമനിർമ്മാണത്തിന് വേണ്ടി മാത്രമുള്ളൊരു സെഷനാണ് ഈ സെഷൻ. ഇത് 9 ദിവസം നിയമനിർമ്മാണത്തിന് വേണ്ടി തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. 2 ദിവസം അനൗദ്യോഗിക അംഗങ്ങളുടെ പ്രൈവറ്റ് മെമ്പർ ബില്ലിന് വേണ്ടിയും സഭാ സമ്മേളനം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഈ സെഷനിൽ 4 ബില്ലുകളാണ് ഇപ്പം തീരുമാനിച്ചിട്ടുള്ളത്. ബാക്കി ഏതൊക്കെ ബില്ലുകൾ എങ്ങനെയൊക്കെ എടുക്കണം എന്നുള്ള കാര്യം നാളെ റഫറൻസിന് ശേഷം ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി ചേർന്ന് തീരുമാനമെടുക്കുന്നതാണ്. 2024 കേരള പൊതുവിൽപ്പന നികുതി ഭേദഗതി ബിൽ, 2025 കേരള സംഘങ്ങൾ രജിസ്ട്രേഷൻ ബിൽ, 2025 കേരള ഗുരുവായൂർ ദേവസ്വം ഭേദഗതി ബിൽ, 2025 കേരള കയർ തൊഴിലാളി ക്ഷേമ സെസ് ഭേദഗതി ബിൽ. ഈ 4 ബില്ലുകളാണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഇതിന് പുറമെ ഏതാണ്ട് 13ഓളം കൂടി ബില്ലുകൾ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഷെഡ്യൂൾ സംബന്ധിച്ച് 13 BSc ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കും. 11/7/2024 സഭയിൽ അവതരിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്കറിയാം, ഒരു ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് പോയിട്ടുണ്ട്. സെലക്ട് കമ്മിറ്റിക്കുള്ള ബില്ല് 2023 കേരള പൊതുരേഖ ബിൽ ഈ സമ്മേളനത്തിൽ പരിഗണിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ 2025 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സർവകലാശാലയുടെ കീഴിലുള്ള സർവീസുകൾ സംബന്ധിച്ച് കൂടുതൽ ചുമതലകൾ ഭേദഗതി ഓർഡിനൻസിന് പകരമുള്ള ബില്ലും ഈ സമ്മേളനത്തിൽ പാസ്സാക്കണമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. സഭയുടെ പരിഗണനയ്ക്ക് വരുന്ന മറ്റ് ബില്ലുകളെ സംബന്ധിച്ച് നേരത്തെ ഞാൻ പരാമർശിച്ചു. BSc തീരുമാനമെടുക്കുന്നതാണ്. ഒക്ടോബർ 6 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റിലേക്കുള്ള സപ്ലിമെന്ററി ഡിമാൻഡ്സ് ഗ്രാന്റ് സംബന്ധിച്ച് ചർച്ചയും വോട്ടെടുപ്പും നടക്കുന്നതാണ്. ഒക്ടോബർ 7 ധനവിനിയോഗ ബില്ലും പരിഗണിക്കുന്നതാണ്. ഈ ബില്ലുകളൊക്കെ പൂർത്തിയാക്കി, നിയമനിർമ്മാണങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് 14ാമത് സെഷൻ ഒക്ടോബർ മാസം 10-ാം തീയതി സമാപിക്കുന്നതാണ്. ഇതാണ് നിയമസഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യം. മറ്റൊന്ന്, കേരള ലെജിസ്ലേച്ചറിന് ഇന്ത്യയിലെമ്പാടും വലിയ അപ്രിസിയേഷൻ കിട്ടിയതായിരുന്നു KLIBF. കേരള ലെജിസ്ലേച്ചർ ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ. അതിൻ്റെ 3 എഡിഷൻ പൂർത്തിയായി. 4ാമത്തെ എഡിഷൻ കഴിഞ്ഞ എഡിഷൻ പൂർത്തീകരിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രഖ്യാപിച്ചതാണ്. ആ 4ാമത്തെ എഡിഷൻ 2026 ജനുവരി 7 മുതൽ 13 വരെ ഈ നിയമസഭാങ്കണത്തിൽ വെച്ച് നടക്കുന്ന കാര്യം കൂടി നിങ്ങൾ അറിയിക്കുകയാണ്. ഇതാണ് ഈ പ്രസ് മീറ്റിൽ ചുരുക്കി നിങ്ങളോട് പറയാനുള്ളത്.